Ummy's Tasty Hut. അസ്സലാമലൈക്കും. ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. വത്തക്ക കൊണ്ടുള്ള ജ്യൂസ് റെസിപ്പിയാണിത്. വത്തക്ക കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണിത്. നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഇത്രയും വത്തക്ക കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബൗളിൽ ഇത്രയും വത്തക്ക എടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 10 ചുള കുരു കളഞ്ഞ ഈത്തപ്പഴമാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായ തേനാണ് എടുത്തിട്ടുള്ളത്. തേനിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച വത്തക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരു കളഞ്ഞ് വെച്ച ഒരു 10 ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് തേൻ ഒഴിച്ച് കൊടുക്കാം. തേന് കുറച്ച് മതിയാവും, ഈന്തപ്പഴം മധുരമുള്ളതാണെങ്കിലോ, അതുകൊണ്ട് തേന് കുറച്ച് മതി. തേനില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തേനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് നല്ല തണുപ്പിച്ച് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് വരാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു അരിപ്പയിലേ കൂടി അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ജ്യൂസ് അരിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിൽ 3-4 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. വത്തക്ക കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കുക. കൂടാതെ നല്ല ഹെൽത്തിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കാണും. അപ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.